സുരേഷ് ഗോപി പുലിപ്പല്ലുമാല ധരിച്ചത് ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്ന് പരാതിക്കാരൻ മുഹമ്മദ് ഹാഷിം ഇത് പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കണം. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും നിയമം ഒരുപോലെയാണെന്നും ഹാഷിം മീഡിയ വണ്ണോട് പറഞ്ഞു. പരാതി കൊടുത്തിട്ടുള്ളത് രാജ്യത്ത് ഒരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരൻ്റെ തുല്യതയും സമത്വമൊക്കെ ഉറപ്പുവരുത്തേണ്ട രാജ്യത്തിൻ്റെ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് രാജ്യത്തൊരു മന്ത്രിയായിട്ട് ചുമതലയിലിരിക്കുന്ന ഒരാൾ, ആ ആള് നഗ്നമായിട്ടൊരു നിയമലംഘനം നടത്തി എന്നുള്ളത് വിഷ്വലിലൂടെ നമുക്ക് തിരിച്ചറിയാണ്. അപ്പം അത്തരത്തിലൊരു സാഹചര്യത്തിൽ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ആയിരിക്കണമല്ലോ നിയമം വേണ്ടത്. അപ്പോൾ ആ നിയമം സുരേഷ് ഗോപിക്ക് കൂടി ബാധകമാവണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റാണ് ഇതിന് കാരണമായിട്ടുള്ള നിയമം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പണ്ടറിയാം, ഒരു പ്രാചീന യുഗങ്ങളിലൊക്കെ ആളുകൾ വേട്ടയാടി പിടിക്കുകയും ആ വേട്ടയാടിയ മൃഗത്തിൻ്റെ പല്ലും നഖവും കൊമ്പും ഇതൊക്കെ ആടയാഭരണങ്ങളായിട്ടും കഴുത്തിലൊക്കെ അണിയുന്നതും ആയുധമായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അത് അന്നത്തെ കാലത്തെ വീരപുരുഷനായിട്ടുള്ള തരത്തിൽ കണക്കാക്കപ്പെടുന്ന ഒന്നായിട്ടൊക്കെയാണ് ആളുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപി അത്തരത്തിൽ രാജ്യത്തിൻ്റെ നിയമങ്ങളൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഉള്ള ആളുകളെ പ്രാചീന യുഗത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ ഇങ്ങനെ ആടയാഭരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രിവിലേജ് ആയിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ അത് രാജ്യത്തെ നിയമം അനുവദിക്കാത്ത ഒന്നാവുമ്പോൾ അത് കൃത്യമായി പുലിപ്പല്ല് തന്നെയാണോ എന്ന് പരിശോധിച്ച് കൃത്യമായ നടപടി എടുക്കണം. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ മറ്റുള്ള സാഹചര്യങ്ങളിൽ പോലീസും അതുപോലെ വനം വകുപ്പ് അടക്കമുള്ള ആളുകൾ ഈ പറയപ്പെടുന്ന സാധനം പുലിപ്പല്ല് തുടങ്ങിയിട്ട് ഈ വന്യമൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ എന്തു ആയിക്കൊള്ളട്ടെ, പല്ലോ നഖമോ എന്തു ആയിക്കോട്ടെ, ആ കാര്യങ്ങളൊക്കെ അവർ ഒരു പരാതി ഉണ്ടായി കഴിഞ്ഞാൽ നേരിട്ട് പോയിട്ട് അന്വേഷിക്കുകയും പരാതി ഇല്ലെങ്കിലും അത് അന്വേഷിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ഉത്തരവാദിത്തപ്പെട്ടൊരു കേന്ദ്രമന്ത്രിക്കെതിരെ ഇങ്ങനൊരു ആരോപണം ഉണ്ടാകുമ്പോൾ ചില ആളുകൾ പറയുന്നത് അദ്ദേഹം പറയട്ടെ എന്നാണ്. അദ്ദേഹം അല്ലല്ലോ പറയേണ്ടത്, നിയമവ്യവസ്ഥിതിയാണല്ലോ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടാണെങ്കിലും അത് വെരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്തം നിയമവ്യവസ്ഥയിലാണ്, പോലീസിൻ്റെതാണ്. ഈ പരാതി നൽകിയിട്ട് എന്തെങ്കിലും മറുപടി ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ മറുപടി ഒന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്ത് ഈ കാര്യത്തിൽ ഉചിതമായിട്ടൊരു നടപടി സ്വീകരിക്കുന്നത് വരെ നിയമപോരാട്ടമായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അഖിൽ കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. അഖിൽ, ഈ പരാതി കൊടുത്തിരിക്കുന്ന ആൾ ആരാണ്? ഒരു കൊടുത്ത പരാതിക്ക് ഒരു മറുപടിയും കിട്ടിയില്ല എന്നാണോ അദ്ദേഹം പറയുന്നത്? നിഷാദ്, തീർച്ചയായും ഇന്നലെയാണ് ഇത് സംബന്ധിച്ച ഒരു പരാതി ഹാഷിം നൽകുന്നത്. ഹാഷിം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, അതായത് INTUCയുടെ യുവജന വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിന്റെ മുൻ ദേശീയ വക്താവുമായിരുന്നു മുഹമ്മദ് ഹാഷിം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സുരേഷ് ഗോപിയുടെ പല വീഡിയോകൾ, അതായത് സമൂഹ മാധ്യമങ്ങളിലൂടെയും ഓൺലൈൻ ഒപ്പം തന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വന്ന വീഡിയോകളിലൊക്കെ തന്നെ സുരേഷ് ഗോപിയുടെ കഴുത്തിൽ ഒരു പുലിനഖത്തിന് സമാനമായ ഒരു മാലയുണ്ട്. അത് ഒറിജിനൽ ആണോ എന്ന് പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യമാണ് ഹാഷിം ഉന്നയിക്കുന്നത്. അതായത് ഈ പുലിപ്പല്ലിന്റെ ഒരു മാല വേടന്റെ കഴുത്തിലുണ്ടായതിന് പിന്നാലെ തന്നെ നടപടിയെടുക്കുകയും 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തുകയും ചെയ്തു. അപ്പോൾ ഈ കേന്ദ്ര സാമ്പത്തിക ഭരണഘടനയെ തൊട്ട് പ്രത്യേകം ചെയ്തിട്ടുള്ള അത്തരത്തിലൊരു വ്യക്തി ഇത്തരത്തിലുള്ള നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നടപടി സ്വീകരിക്കണം. ആ സുരേഷ് ഗോപിയുടെ കഴുത്തിലുള്ളത് അണിഞ്ഞിരിക്കുന്ന പുലിപ്പല്ലുള്ള മാല തന്നെയാണോ, ഒറിജിനൽ പുലിപ്പല്ലുള്ള മാല തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെയെങ്കിൽ അത് ഈ ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ട് നിയമപ്രകാരത്തിലുള്ള ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം അത് തെറ്റാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം. വേടനെതിരെ സ്വീകരിച്ച സമാനമായ നടപടി തന്നെ സുരേഷ് ഗോപിക്കെതിരെയും അത് ഒറിജിനൽ ആണെങ്കിൽ സ്വീകരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തനിക്ക് എവിടെ നിന്ന് ലഭിച്ചു അടക്കം സുരേഷ് ഗോപി വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇമെയിൽ വഴി ഇന്നലെ ഈ ഹാഷിം ഒരു പരാതി നൽകിയിരിക്കുന്നത്. നിലവിൽ ഇതുവരെ ആ പരാതിക്ക് മറുപടി ലഭിച്ചിട്ടില്ല എന്ന കാര്യം തന്നെയാണ് ഹാഷിം പറയുന്നത്. നിഷാദ്.